ഗൈസ് വാട്സാപ്പ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ CJ Gamer 2.0 ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഫാമിംഗ് സിമുലേറ്റർ 20 ഗൈസ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഫാമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഓക്കെ, ഫാം നമുക്ക് നമ്മുടെ പിന്നെ നമുക്ക് പാർക്കിംഗ് സെറ്റാക്കണം ഗൈസ്. ഓക്കെ, എല്ലാ വണ്ടിയും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് വെക്കണം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ഫാമിംഗ് ആയിരിക്കും. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് വലിയ വൈകിക്കൊന്നും വേണ്ട. നമുക്ക് വേഗം പരിപാടി അങ്ങ് ഇറങ്ങിക്കളയാം. ഓക്കെ, വേഗം വണ്ടി വരപ്പി. ഓക്കെ, ഇതാ നമ്മളിങ്ങനെയാണ് ഫാം ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ഇപ്പോൾ വണ്ടി എടുക്കാം. വണ്ടി ആ സ്പാനറിൻ്റെ ചിഹ്നത്തിൽ ഞെക്കിയാൽ ഈ വണ്ടി വർക്കാവാൻ തുടങ്ങും. ഓക്കെ, നമുക്ക് പിന്നെ പണി തുടങ്ങിയേക്കാം. കുറച്ച് വിലയിട്ട പണിയാണ്. നോക്കുകയാണെങ്കിൽ ആളെ വെച്ച് ചെയ്യിപ്പിക്കാം, പക്ഷെ വെറുതെ പൈസ കളയണ്ടല്ലോ. അതോർക്ക് മാത്രം ആളെ വെക്കാത്ത. ഓക്കെ, കുറച്ച് മെനക്കെട്ടാണ്, കുറച്ചധികം ടൈം. ഓക്കെ, അങ്ങനെയാണ് കുറച്ച് പണിയാണ്. ഇതിങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഞാനൊരു മെയിൻ കാര്യം പറയാൻ മറന്നു. കുറേ കാലമായി പറയുന്നത് നോക്കാം. അയ്യോ, കുറേ കാലമായി അത് പറയണമെന്ന് നോക്കിയിട്ട്. കാരണം നമ്മളെ ലെറ്റ് സർവൈവ് വിത്ത് ടീമും ലെറ്റ് സർവൈവ് ഇല്ല. ഞാൻ മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റ് ഒക്കെ നോക്കിയിരുന്നു. ആ സമയത്ത് ഇത് രണ്ടും പോയി. എന്നൊരു വേണ്ടിയാ അത് പോയി, രണ്ടും പോയി. ബാക്കിയുള്ള വേൾഡൊക്കെ വന്നു, ആ രണ്ട് വേൾഡും പോയി. ഓക്കെ, നമുക്ക് വേറെ വേൾഡൊക്കെ തുടങ്ങി വേറെ സീരീസൊക്കെ തുടങ്ങേണ്ടി വരും. അല്ലാതെ വേറെ വഴി ഇല്ല. ഈ നിലത്ത് കിടക്കുന്ന ആ പൊടിയുണ്ടോ, ഈ സാധനമാണ് നമ്മൾ ആ ട്രെയിലർ നോക്കി കയറ്റി നമുക്ക് പശുവിനെ കൊണ്ടുവരണ്ട. പിന്നെ ഇത് പശുവിനാകണം, അത് ഞാൻ പറയാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ചധികം പണികളുണ്ട്. ക്യാമറ കൊട്ട വണ്ടിയൊക്കെ പോട്ടെ. രാത്രി ചെയ്യാൻ എനിക്ക് മൂട് പോയി, പക്ഷെ രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. ചെയ്യാതെ കഴിയില്ല, ചെയ്യാം. ഓക്കെ, ഈ ഫാമിംഗ് സിമുലേറ്റർ 20 മാത്രമല്ല, ഇതിൻ്റെ കുറച്ച് ഗെയിംസ് വേറെയും ഉണ്ട്. ഫാമിംഗ് സിമുലേറ്റർ 25 ഒക്കെ ഉണ്ട്. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിക്കണം ഗെയിംസ്. പക്ഷേ ഞാൻ ഈ ഫാമിംഗ് സിമുലേറ്റർ 20 കുറച്ചും കൂടെ ഗ്രാഫിക്സ് ഒക്കെ ഉള്ളതായിട്ട്. പക്ഷേ ഇതിനകത്ത് മൾട്ടിപ്ലെയർ അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരു ചെറിയ വിഷയമാണ്. ബാക്കിയുള്ളതിലൊക്കെ മൾട്ടിപ്ലെയർ അവൈലബിൾ ആണെന്നുണ്ട്. ഇതിലും 90 അവൈലബിൾ. ഓക്കെ, 25 ഇല്ല, 23 ഉണ്ടെന്ന് തോന്നുന്നു. എത്രയുണ്ട് ഞാൻ മറന്നു. 22 ഇല്ല, പക്ഷെ ഉണ്ട്. ഈസിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അവൈലബിൾ ഈ ഫാമും ആ ഫാമും പിന്നെ പശുവാണ് ഈ സാധനം നോക്കണ്ടേ. പിന്നെ അപ്പുറം വേറൊന്നും കൂടി ഉണ്ട്. 3 എണ്ണം ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിലുണ്ട്. 3 പാടം നമ്മുടെ കയ്യിൽ ഇപ്പം നിലവിലുണ്ട്. അതും കൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. ഓക്കെ, ഇന്ന് അത് വീട് മറിക്കാനാണ് കണ്ടിട്ടേക്കുന്നത്. ഞാനിതൊന്ന് ഫുള്ളാക്കി കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യണം. ഫസ്റ്റ് വേർഷനിലിട്ട് ഓടിക്കുമ്പോൾ നല്ല ഇത് കിട്ടുന്നുണ്ട് ഗീസ്. അതായത് നമുക്ക് നല്ലോണം ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്, എല്ലാം കാണാനൊക്കെ പറ്റും. അതുകൊണ്ട് നല്ല സുഖമായി. ഈ കാണുന്ന ഇതിനകത്ത് നിറഞ്ഞ വിത്താണ് ഗീസ്. ഓക്കെ, ഇത് വിത്തല്ല, അരിയാണ്. അല്ല, വീറ്റ്. ഇത് ഫുള്ളായി കഴിയുമ്പോൾ ഇവിടെ ഈ വീറ്റിൻ്റെ ചിഹ്നത്തിൽ കാണുന്നുണ്ടാകും ആ മഞ്ഞ കളർ സാധനം കൂടി വരുന്നത്. അത് ഫുള്ളായി കഴിയുമ്പോൾ നമ്മൾ ഒരു ട്രെയിലറിലോട്ട് ഇത് മാറ്റണം. ഓക്കെ, അതുവരെ നമുക്ക് ഇങ്ങനെ പണിയെടുക്കണം ഗീസ്. ഇത് നിറയുന്നവരെ നോക്കാം. ഫാമിൻ്റെ ഞാനിപ്പോൾ ആക്കി പകുതി പോലും ആയിട്ടില്ല ഗീസ്. കണ്ടാൽ നിങ്ങൾ കാണും. ഓക്കെ, ഇതൊരു പകുതിയാകുമ്പോഴത്തേക്കിത് നിറയും. കപ്പാസിറ്റി തീരെയില്ല അതാ. നമുക്ക് ഇത് മാത്രമല്ല, വേറെ ഈ കൊയ്ത്ത് യന്ത്രമുണ്ട്. അതായത് എൻ്റെ ഇംഗ്ലീഷുണ്ടായിരുന്നു. ഒറ്റ സെക്കൻഡ് നോക്കട്ടെ. ഓക്കെ, ഇവിടെ ഹാർവസ്റ്റേഴ്സ്. ഓക്കെ, ഹാർവസ്റ്റേഴ്സ് നമുക്ക് വേറെ ഉണ്ട്. കണ്ടോ, ഈ ഞാൻ പണ്ട് ഇത് കളിക്കുമ്പോൾ ഞാൻ ഭയങ്കര റിച്ചായിരുന്നു ഗൈസ്. ഓക്കെ, റിച്ചായ സമയത്ത് എൻ്റെ കയ്യിൽ ഈ പച്ച ഉണ്ടായിരുന്നു, പിന്നെ ഈ കറുപ്പുണ്ടായിരുന്നു, ഈ കറുപ്പും ഉണ്ടായിരുന്നു.
ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇതാ. ചോളത്തിൻ്റെ ഇത് നമ്മൾ വാങ്ങിയിട്ടില്ലല്ലോ, ഉണ്ടോ നമ്മുടെ കയ്യിൽ? അത് നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. ഓക്കെ, അതൊരെണ്ണം വാങ്ങണം. നമുക്ക് ചോളം നടുമ്പോഴേ അത് ഉപകാരപ്പെടും. അപ്പുറത്തെ ഫാമിൽ ചോളം നടാം. ചോളം ഹാർവെസ്റ്റ് ചെയ്യാൻ അതാ വേണ്ട. അയ്യോ, നല്ല വില കൂടിയ സാധനമാണ് ഞാൻ ചാങ്കിയത്. ഓക്കെ, ഇത് ഏകദേശം നിറയാറായിട്ടുണ്ട്. നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ രാവിലെ ആവാൻ തുടങ്ങി. ഓക്കെ, ഓ ഓ ഷിറ്റ്, പിന്നീടുള്ളത് അടിക്കാൻ മറന്നുപോയി. ഓക്കെ, ഓക്കെ, എൻ്റെ ഇപ്പം നിറയുമായിരിക്കും. ഉള്ളെന്ന് കാണിക്കും ഇതിനകത്ത്. നിറഞ്ഞോ? രാവിലെ. ഓക്കെ, ഇനി നമുക്ക് ഒരു ട്രാക്ടർ എടുത്തിട്ട് ഒരു ട്രാക്ടർ വാങ്ങിയാലോ? ഒരു ട്രാക്ടർ ഇല്ല ഗൈസ്. ഓക്കെ, എന്ത് ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ കാർ എടുത്തിട്ട് ട്രെയിലർ എടുത്തോണ്ട് പോകാം ഗൈസ് അങ്ങോട്ട്. ഓക്കെ, ഇവിടെ നിന്ന് ട്രെയിലറുണ്ട്. ഓക്കെ, ട്രെയിലർ എടുത്തോണ്ട് പോകും. എന്നിട്ട് നമുക്കത് നിറയ്ക്കാം ഗൈസ്. ഓക്കെ, ട്രെയിലർ ഓടാം. ഓക്കെ, ആവുക കൊണ്ടുപോയിട്ട് നമുക്ക് ആ വീറ്റിൻ്റെ വണ്ടിയിൽ ആ വീറ്റ് ഫുള്ള് ഈ ട്രെയിലറിലോട്ട് നിറയ്ക്കണം ഗൈസ്. അയ്യോ കൺട്രോൾ ഇല്ല. എതയോ ഓ ഓ ഓ എൻ്റെ. ഓക്കെ, നമുക്ക് നിറയ്ക്കാം. ഏത് സൈഡിലായിരുന്നത്? അപ്പുറത്തെ സൈഡിലല്ലേ? ഓക്കെ, അപ്പുറത്തെ സൈഡിലോട്ട്. ഇതില്ലേ ഈ പൈപ്പ് വഴി കണ്ട ഇങ്ങനെ നിറയും. തന്നെ നിറഞ്ഞു. യോ ഓക്കെ, ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി വെക്കണം. പിന്നെ നമുക്ക് വീണ്ടും പണിയാണ് ഗൈസ്. നമുക്കിത് തൽക്കാലം ഇവിടെ തന്നെ നിർത്തിയിടാം. ഇത് നിറഞ്ഞിട്ടില്ല. ഒരു ട്രിപ്പും കൂടെ എടുത്തു കഴിയുമ്പോൾ ഇത് നിറയുന്ന രീതിയിലായി കഴിയുമ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയി വിറ്റിട്ട് വീണ്ടും തിരിച്ചു വന്നെടുക്കാം ഗൈസ്. അല്ലെങ്കിൽ ഇത് അവിടെ തന്നെ കൊണ്ടുപോയിടാം. അവിടെ നമുക്ക് നമ്മുടെ ഇതിലിടാനുള്ള സൗകര്യമുണ്ട്. ഒക്കെ അവിടെ കൊണ്ടുപോയിടാം. ഓക്കെ, ഇപ്പം എന്തായാലും നമുക്ക് പണി തുടങ്ങാം ഗൈസ്. ഓക്കെ, ഞാൻ ബാക്കി പണി ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ നമ്മുടെ പണി തീർത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇത് ആ ട്രെയിലറിലാക്കിയിട്ട് നമുക്കിത് വിൽക്കാൻ കൊണ്ടുപോകണം ഗൈസ്. ഓക്കെ, നമുക്ക് വേഗം ചെന്ന് ട്രെയിലറിലാക്കണം. പാടം ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു കുറവ് തോന്നുന്നുണ്ട്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഈ റോഡൊന്ന് ക്രോസ് ചെയ്ത് ഫ്രണ്ടിൽ റോഡില്ലേ, അത് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അവിടെ വലിയൊരു പാടമുണ്ട് ഗൈസ്. പണ്ട് ഞാനത് വാങ്ങി അത് കളിക്കുമായിരുന്നു ഗൈസ്. അതിനകത്ത് എൻ്റെ അമ്മ എത്ര മണിക്കൂറുകളും ദിവസം എടുത്ത് ഞാൻ ആ പാടത്തിൽ പണി നിർത്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. ഒരു സൈഡിൽ നിന്ന് ജോലിക്കാരെ ഇറക്കും, ഒരു സൈഡിൽ നിന്ന് ഞാനും ചെയ്തു തുടങ്ങും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മയെ ഇത് മെനകെട്ട പണിയായിരുന്നു അറിയാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഇതിനകത്തോട്ട് ഇത് നിറയ്ക്കാം. അയ്യോ, ഒന്ന് അറിയട്ടെ. ഇത് തീരുമ്പോഴത്തേക്കും നിറയാതിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ തീർന്നിട്ട് നിറഞ്ഞു സാരല്ല. നമുക്കിനി വന്നിട്ട് തീർക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ വില. റോട്ടിലോട്ട് ഇത് ഈ വഴി റോട്ടിലോട്ട് ഇറങ്ങാം. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞ പാടം കണ്ട. എന്നാ വലിയ പാടമാണെന്ന് നോക്കണേ. കണ്ട എന്ത് വലിയ പാടം. അയ്യോ, ഈ കുഞ്ഞു പാടം ചെയ്യാൻ വേണ്ടി ഞാനൊരു കുറേ സമയം എടുത്ത് കഴിച്ചു. ഇനിയിപ്പോൾ അതായിരുന്നെങ്കിലാ. ഓക്കെ, പ്രൈസസിൽ പോകാൻ നോക്കാം. എവിടെയാണ് വീറ്റിന് ഏറ്റവും കൂടുതൽ പൈസ എന്ന്? വീറ്റിന് 632 ഡ്രേക്ക് ബയോഫ്ലേക്സ്. ഓക്കെ, ഡ്രേക്ക് ബയോഫ്ലേക്സ്. ഓക്കെ ഓക്കെ അപ്പോൾ ഡ്രേക്ക് ബയോഫ്ലേക്സിൽ പോയാൽ അവിടെ നല്ല വിലയുണ്ട് ഇതിന് അല്ലേ? ഓക്കെ, അപ്പം ആ പ്ലേസ് അങ്ങ് ടാഗ് ചെയ്തേക്കാം. ഓക്കെ, എന്നിട്ട് അങ്ങോട്ട് വിടാം. ഓക്കെ, അതിന് എവിടെയാണ് മാപ്പ് ഓണാക്കട്ടെ. ഓക്കെ, അത് ബാക്കിലോട്ടാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ബാക്കിലോട്ട് പോവാം. അയ്യോ,
ഒരു 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 ടാങ്ക് വാട്ടർ ടാങ്കും കൂടെ വാങ്ങേണ്ടി വരും, പാലെടുക്കാൻ വേണ്ടി മാത്രമായിട്ട്. കാരണം ഓക്കെ, ഞാൻ നമ്മുടെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു കയറുക. ഓക്കെ, എവിടെയായിരുന്നു സ്ഥലം? എവിടെയാണ്? ആ മനസ്സിലായി, എനിക്ക് എവിടെയാന്ന് മനസ്സിലായി. അയ്യോ ഇതെന്താ? ഇതെന്താ? മാറണോ ഫ്രണ്ടിൽ? ആ ഓക്കെ ഓക്കെ, ഇവിടെ പോവാം. അയ്യോ ഇത് ഇങ്ങോട്ടാണ്. ഓക്കെ നമുക്ക് പോവാം. ഓക്കെ, എങ്ങോട്ടായിരുന്നു വഴി പറഞ്ഞത്? ഓക്കെ, ഈ വഴി പോയിട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് ഫുൾ മാപ്പ് തുറന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം എവിടെ നോക്കാം. ഓ അത് ഈ വഴി പറഞ്ഞായിരുന്നു ചേട്ടാ. തിരിച്ചു പോവാം ഗൈസ്, ഈ വഴി വന്നിട്ട് കാര്യമില്ല, ഇങ്ങനെ പോവാം ഇവിടെ. ഓക്കെ 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 തിരിച്ചു പോവാം. ഓക്കെ ഓക്കെ നമുക്ക് തിരിച്ചു വന്നിട്ട് നോക്കാം. ഈ മാപ്പിൽ കാണുമ്പോൾ കുറേ ദൂരം ഉണ്ടാവും, പക്ഷേ നമ്മൾ ശരിക്കും ചെല്ലുമ്പോൾ അങ്ങോട്ട് വലിയ ദൂരമൊന്നുമില്ല. ട്രെയിലർ കിടന്ന് ആടുന്ന ആട്ടം കണ്ട വണ്ടീൻ്റെ സ്പീഡേ സീൻ തന്നെ കേട്ടാ. ഓക്കെ ഓക്കെ നമുക്ക് വേഗം പോയിട്ട് ഇതുകൊണ്ടേ വിൽക്കണം കേസ്. വഴിയൊക്കെ ഞാൻ മറന്നു, എനിക്കില്ല. അതാ ആ പച്ച കളർ സാമാനം കാണുന്നുണ്ട്, അങ്ങോട്ട് പോകണം കേസ്. നമുക്ക് അവിടെയാണ് ഇതിരിക്കുന്നത്. വഴി മാറണോ? ഈ വഴി ഇങ്ങ് ഇറങ്ങി വന്നാൽ പോരായിരുന്നു. എന്ത് മര്യാദയ്ക്ക് ഈ വഴി ഇറങ്ങി വന്നാൽ മതിയായിരുന്നു, അതായിരുന്നു കേട്ടോ എളുപ്പം. ഞാനത് ഓർത്തില്ല. ഓക്കെ യെസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ 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 അയ്യോ. ഓക്കെ നമുക്കിവിടെ കയറ്റാം. ഓക്കെ ഇവിടെ കയറ്റിയിട്ട് ഈ വീറ്റ് നമുക്ക് വിൽക്കണം കേസ്. ഓക്കെ ഓക്കെ ഇത് വിറ്റിട്ട് നമുക്ക് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഓക്കെ ഓക്കെ ഏട്ടെ, പൈസ കൂടുതലുണ്ടോ? ഇപ്പം എൻ്റെ കയ്യിൽ 77 ലക്ഷത്തി ഓക്കെ 77,20,058 അല്ല 2,058 റുപ്യ ഉണ്ട്. ഓക്കെ ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊന്നും ആവത്തില്ല. നമുക്ക് ആവും, ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതുണ്ട്. എന്നാലും നമുക്ക് നമ്മുടെ ഒരു ഇത് വേണ്ടേ, ഏത് അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ പൈസ നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ ഓക്കെ നമുക്കിനി പശുവിനെ ഇറക്കണം. അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം ഗൈസ്. പശുവിനെ ഇറക്കുന്നതിന് മുമ്പ് ഓക്കെ യു ഓക്കെ നിൽക്ക് വഴി മേടിച്ചെടുത്ത്. ഇതല്ലേ വഴി ഇറങ്ങി, ഇതല്ലേ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി. ഇങ്ങനെ കഷ്ടപ്പെടുന്നത് വഴി അങ്ങ് പോയാൽ. ഓക്കെ ഓക്കെ നമുക്ക് ഈ വഴി പോവാം, അതാണ് എളുപ്പ വഴി. ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഉഴുത് മറിക്കണം, ചോളം നടണം, അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. ഓക്കെ നമുക്ക് ഇതൊന്നും കൂടി എടുക്കാം അല്ലേ. ഓക്കെ ഓക്കെ കഴിഞ്ഞോ? അത്രേ ഉള്ളൂ. ആ അത് ഫുള്ള് വീഴട്ടെ, എന്തോരാവും നോക്കാം. ഓക്കെ ഇത് ഫുള്ള് വീണ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ നിലത്ത് കിടക്കുന്നത് എടുക്കണം. എടുത്തിട്ട് നമുക്ക് പശുവിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കണം ഗൈസ്. ഓക്കെ വേറെ സ്ഥലം വിടാം. ഓക്കെ ഓക്കെ വണ്ടി ക്രാഷായി. ഓക്കെ നമുക്ക് ഈ ട്രെയിലർ ഇവിടെ വെച്ചിട്ട് ട്രെയിലർ നോക്കി ഇവിടെ വെക്കാം. എന്നിട്ട് ഈ വണ്ടി ഇവിടെ വെക്കാം. ഓക്കെ വണ്ടി സാധനം വയ്ക്കാം. ഓക്കെ വണ്ടി ഇവിടെ വെക്കാം. ആ ട്രെയിലർ അവിടെ വെക്കാൻ പറ്റേ. നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ഇങ്ങോട്ട് ഇടാം, നമ്മുടെ സ്റ്റോറേജിലോട്ട് ഇടാം. ട്രെയിലറിനകത്തുള്ളത് ഇങ്ങോട്ടിടാം. ഓക്കെ ഓക്കെ തരണം.
ഓക്കെ യെസ് ഇങ്ങോട്ടിടാം. നമ്മുടെ സ്റ്റോറേജാണ് യൂസ് ചെയ്ത്. ഫുള്ള് പോയി. ഓക്കെ പോയി. ഇനി ട്രെയിലർ നമുക്ക് വയ്ക്കാം. ഓക്കെ എന്നിട്ട് ഈ വണ്ടി ഇവിടെ നിർത്താം. ഒരു ട്രാക്ടറും കൂടെ നമുക്ക് വാങ്ങിക്കാം ഗൈസ്. ഒരു ട്രാക്ടർ നമുക്ക് എക്സ്ട്രാ വേണം ഇപ്പോൾ തൽക്കാലത്തേക്ക്. ഓക്കെ നല്ല കിണ്ണങ്കാച്ചി ഒരു ട്രാക്ടർ തന്നെ വാങ്ങാം. ഏത് വാങ്ങാം? JCB വാങ്ങിയാലോ. JCBക്ക് എത്രയാണ്? അമ്മേ അതൊന്നും വേണ്ടായേ. ഓക്കെ നമുക്ക് JCB വേണ്ട. ഇതിനെത്രയാണ്? അയ്യോ അതിനൊക്കെ ഭയങ്കര വിലയാണ്. ഇതിനെത്രയാണ്? അയ്യോ അതിന് ഭയങ്കര വില. അത് വേണ്ട. നമുക്ക് കുറച്ച് വിലക്കുറവിൻ്റെ ഇതിനെത്രയാണ്? ഇതിന് 93 ഉള്ളത്. നല്ല ട്രാക്ടർ. ഇനി 70 ഉള്ളൂ. ഇതിനോ 100 ഉണ്ട്. ഇനി 105 ഉണ്ട്. ഓക്കെ നമുക്ക് ഇത് വാങ്ങിയാലോ അതോ ഇത് വാങ്ങാം? നമുക്കിത് വാങ്ങാം. യെസ് ഓക്കെ അങ്ങനെ ഇരിക്കുന്ന കാഴ്ച ട്രാക്ടർ നമ്മൾ വാങ്ങി ഗൈസ്. ഇതാണത്. നോക്കേ ഈ പുല്ല് കളിക്കുന്ന സാധനം വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാം കൂടെ. ഈ പുല്ല് കളിക്കുന്ന സാധനം കൂടെ വീട്ടിൽ കൊണ്ടുപോയി വയ്ക്കാം. ഓക്കെ നമുക്കിവിടെ വെച്ചിട്ട് നമുക്ക് ഇനി ചെയ്യേണ്ടതാണ് പണി. അയ്യോ നമുക്കൊരു പശുവിനെ വാങ്ങാം. പശുവിനെ ഓക്കെ പശുവിനെ വാങ്ങുന്നതിന് മുമ്പ് പശുവിന് വേണ്ട ഒരു കാര്യം കൂടെ ചെയ്യണം ഗൈസ്. ഓക്കെ അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ ചെയ്യണം. ഓക്കെ ഈ സാധനത്തിൽ ആ പറഞ്ഞ വീട്ടിൽ നിറയ്ക്കണം ഗൈസ്. ഓക്കെ നമുക്ക് ഈ വണ്ടിയിൽ അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ കത്തിച്ച് വിടാം ഗൈസ്. അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്ന്. കുറച്ച് മെനക്കെട്ട പണിയാണ്. കുറച്ചധികം ടൈം എടുക്കും. നമുക്കതൊന്നും വിഷയമുള്ള കാര്യമല്ല ഇത് ചെയ്യണേ. ഓക്കെ കത്തിച്ചിടാം സ്പീഡ് വേണ്ടേ. നല്ല വെയിറ്റുള്ള ഇതാണ് ഞാൻ വാങ്ങിയത്. ഇത്രയും വെയിറ്റ് വേണ്ട. ഓക്കെ ഇനിയാണ് പണി. ഓക്കെ നമ്മൾ ഇത് ഓണാക്കിയിട്ട് നോക്കിയാണ് ഇതിനെ വലിച്ചെടുക്കും. ഈ ട്രെയിലർ പോലത്തെ സാധനം കണ്ടാ. എൻ്റെ പേരെന്തായിരുന്നു? ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ പറയാം. മറ്റേ വലിച്ചെടുക്കുന്ന ഇതൊക്കെ സാധാ ട്രെയിലറിൻ്റെ വലിച്ചെടുക്കുന്നതിൻ്റെ പേരാണ് നോക്കുന്നത്. അതിൻ്റെ പേര് ട്രെയിലറിന് തന്നെയല്ലേ? അല്ല ലോഡിങ് വാഗൺ എന്നാണ് ഗൈസ് പേര്. ലോഡിങ് വാഗൺ. ഓക്കെ ലോഡിങ് വാഗൺ ഒന്നല്ലേ? ഓക്കെ അപ്പോൾ ഈ ലോഡിങ് വാഗൺ കൊണ്ട് നോക്കിയിട്ട് ഇതിലേ പോകുമ്പോൾ ഇതിങ്ങനെ വലിച്ചെടുക്കുന്ന ഇടത്ത് ഇറങ്ങുന്ന സാധനത്തെ അതിൻ്റെ പേരെന്തായിരുന്നു? അതിൻ്റെ പേര് ഞാൻ മറന്നു. അത് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ലോഡിങ് വാഗണും കൂടെ വാങ്ങേണ്ടി വരും. ഈ പുല്ലിൻ്റെ ഇത് സാധനം വലിച്ചെടുക്കാനായിട്ട് ഒരു ലോഡിങ് വാഗണും കൂടെ വേണ്ടി വരും. നമുക്ക് ആടിനെയൊക്കെ വാങ്ങണം ഇതിനകത്ത്. ഓക്കെ ഇതിൻ്റെ പണി ഞാൻ വേഗം ഒന്ന് തീർക്കട്ടെ. അല്ലെങ്കിൽ ഇതിൻ്റെ പണി അടുത്ത എപ്പിസോഡിലോട്ട് വെച്ചാലും. ഓക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലോട്ട് വെക്കാം. അടുത്ത എപ്പിസോഡിലോട്ട് വെക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. ഓക്കെ നമുക്ക് പശുവിനെ വാങ്ങാം. യെസ് പശുവിനെ വാങ്ങണം ഗൈസ്. നമുക്ക് പശുവിനെ വാങ്ങണം. നമുക്ക് വേഗം വാങ്ങാം. ഓക്കെ ഓടിച്ചൊന്ന് വാങ്ങാം ഗൈസ് പശുവിനെ. യെസ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശു. അല്ല ഇത് ബ്രൗൺ ആൻഡ് വൈറ്റ് അല്ലേ? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശു, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടെ, ഒരു ബ്രൗൺ ആൻഡ് വൈറ്റും. ഓക്കെ 4 മതി. റെഡി പശു റെഡി. ഓക്കെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഒരു ഫോട്ടോ തമിഴിലിടണം. ലാഗ് ഇതെന്താ? ഞാനെന്താ ഇതിൻ്റെ മുകളിലൊക്കെ ഒജായി ലാഗാണ് ഗൈസ് ഇപ്പോൾ.
ഓക്കെ, നമുക്ക് പശുവിനെ വാങ്ങി. എടാ വെള്ളം ഉണ്ടാവുമായിരിക്കുമല്ലോ. ഈ പശു വെള്ളവും തീറ്റയില്ല, കുറച്ച് ദിവസം നിൽക്കും. യെസ്, ഒരു ഫോട്ടോ എടുക്കണമല്ലോ. യെസ്, നമുക്കൊരു ഫോട്ടോ എടുക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാം. യെസ്, എവിടെ സ്ക്രീൻഷോട്ട് പറയാത്ത വന്നു. ഓക്കെ, ഞാനിത് തമ്മിലാക്കിയിടാം. അയ്യോ, പറയാം. എന്തത് ലാഗ്? അയ്യോ, പെട്ടുപോയി. ഞാനിപ്പോൾ പശുവിനെ കൂട്ടിനകത്തായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ ഓളിട്ടാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്, ടാറ്റാ.